Hey folks, so last time നമ്മളാണെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്താന്ന് നോക്കി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താന്ന് നോക്കി. സോ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഡിഫറൻസസ് ആണെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി മീൻസ് ഇവിടെ നമുക്ക് കാണാം അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണി. നമ്മൾ എന്തിനു വേണ്ടിയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ? പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി. എനി ആക്ടിവിറ്റി, എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ സാധനം വിൽക്കുന്നതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണോ? ആണ്. കാരണം എന്താ? നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്നതിന് വേണ്ടിയല്ല, ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? പൈസയല്ലേ. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ പോയിന്റ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി നോക്കാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഗെറ്റ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. മനസ്സിനൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു ഗെറ്റ് മണി, പൈസ കിട്ടുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. പൈസ അല്ലാതെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റിയുടെ മെയിൻ എക്സാമ്പിളാണ് എന്ത്? ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ബിസിനസ് എന്തിനു വേണ്ടി ചെയ്യുന്നത്? ലാഭം കിട്ടാൻ വേണ്ടി. ലാഭം എന്ന് വെച്ചാൽ പൈസ തന്നെ കിട്ടുന്നു. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എന്താണ് മെയിൻ എക്സാമ്പിളാണ് എന്ത്? ബിസിനസ്. ഓർത്തിരിക്കുക. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? നമ്മളൊക്കെ ചെയ്യുന്ന ഹോബീസ് ആയിരിക്കും. പ്ലാന്റിങ്, ചെടി നട്ടുപിടിക്കുന്ന എൻ്റെ ഒരു ഹോബിയാണെന്ന് വിചാരിക്കുക. അതെന്താ? നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് പൈസ കിട്ടാൻ വേണ്ടിയാണോ? അല്ല. നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടാൻ, നമ്മളൊരാളെ സഹായിക്കുന്നു, റോഡ് ക്രോസ് ചെയ്യാൻ ഒരാളെ സഹായിക്കുന്നു, നമുക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ്. ഫുട്ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു സംതൃപ്തി ആണെങ്കിൽ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നു. ഓർത്തിരുന്നോണം. ഇറ്റ് ബെനിഫിറ്റ്സ്, എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അടിയിൽ രണ്ടാമത്തെ പോയിന്റാണ്. ഇറ്റ് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പൈസയിൽ നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ബിസിനസ്സിന് ലാഭം കിട്ടി, ഇപ്പോൾ ലാഭം നമ്മൾ പൈസയായിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. നോൺ എക്കണോമിക് ആക്ടിവിറ്റിക്കകത്ത് എന്താണ്? ഇറ്റ്സ് ബെനിഫിറ്റ്സ് കാൺ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പൈസയിൽ അളക്കാൻ പറ്റുമോ? ഇല്ല. പൈസ എന്ന മോണിറ്ററി ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സന്തോഷത്തെ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പൈസയിൽ എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഓർത്തിരിക്കുക. എക്കണോമിക് ആക്ടിവിറ്റിയുടെ മെയിൻ റിവാർഡ് എന്താണ്? മണിയാണ്. പൈസ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണെന്ത്? നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ മെയിൻ റിവാർഡ്. മണി ഈസ് ദ റിവാർഡ് എന്ന് പറയുന്നുണ്ട്. മറ്റേതിൻ്റെ അത് നമുക്ക് എന്താ റിവാർഡ്? നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്? എക്കണോമിക് ആക്ടിവിറ്റിക്ക് അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പൈസ എന്ന് വിളിക്കുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്, ഒരു പേഴ്സണൽ സന്തോഷമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ്? ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അതാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന റിവാർഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചോദിക്കുമ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടത്? ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റിയും രണ്ടെന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ വിട്ടുപോകരുത്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് തിരിക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു 2-3 എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാ? ലാഭം കിട്ടാൻ വേണ്ടി. പിന്നെ പ്രൊഫഷൻ വരുന്നുണ്ട്, പിന്നെ എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ നോക്കും. ഇപ്പോൾ ഓർത്തിരിക്കുക, ബിസിനസ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇത് 3 എക്കണോമിക് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ. നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ കുറച്ച് ഡിവിഷൻസ് വരുന്നതാണെങ്കിൽ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. നമ്മളിപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറപരമായി നമ്മൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ്. അതെല്ലാം എന്താണ്? നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി വരുന്നതാണ്. സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക, നമ്മുടെ സാമൂഹികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഒരാളെ ഹെൽപ്പ് ചെയ്യുക, ചാരിറ്റി, ഡൊണേറ്റ് ചെയ്യുക, അതൊക്കെ എന്താണ്? ഇതെല്ലാം
ഇതെല്ലാം നമുക്കൊരു സംതൃപ്തി അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സമാധാനം സന്തോഷം കിട്ടുന്ന ആക്ടിവിറ്റീസാണ്. അതെല്ലാം എന്തിൻ്റെ അടി വരുന്നതാണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അടി വരുന്നതാണ്. ഓർത്തിരിക്കുക. ലെഷർ ടൈം, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ലെഷർ എന്ന് വെച്ചാൽ ഫ്രീ ടൈമിൽ നമുക്ക് ഹാപ്പിനെസ് സന്തോഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ലെഷർ ടൈം ആക്ടിവിറ്റീസ് നമ്മൾ എന്തിനു വേണ്ടിയാണ്? പൈസയ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അതെല്ലാം എന്തിൻ്റെ ഇടയിലാണ് വരുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിനകത്താണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ടേബിളിനകത്തുള്ള പഠിക്കുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നതാണ് എന്ത്? എക്കണോമിക് ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസിന് എത്ര ആയിട്ട് തിരിക്കുന്നു? എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് തിരിക്കുന്നു, നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് തിരിക്കുന്നു. എക്കണോമിക് ആക്ടിവിറ്റി 3 ആയിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. പിന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എത്ര ആയിട്ട് തിരിക്കുന്നു? 3 ആയിട്ട് തിരിക്കുന്നു. റിലീജിയസ് കൾച്ചറൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ലെഷർ ടൈം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫ്രീ ടൈമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് തിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ ബിസിനസ് വരുന്നുണ്ട്, പ്രൊഫഷൻ വരുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. 3 കാര്യങ്ങളാണ്. ബിസിനസ് വരുന്നുണ്ട്, പ്രൊഫഷൻ വരുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിം കണ്ടതാണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് കുറച്ചുകൂടി വേറൊരു ലെവലിലോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു സ്പെസിഫിക് വേർഡ് എന്ത് ചെയ്യണം? നമ്മളൊരു ഈ ഒരു ഡെഫിനിഷൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് നമ്മളെന്താ വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയും, ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഡെഫിനിഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഡെഫിനിഷൻ എഴുതിയാലും കുഴപ്പമില്ല. ഇതാണ് കുറച്ചുകൂടി ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ആദ്യം തന്നെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നില്ല, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ബിസിനസ് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. അതിൻ്റെ അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇൻവോൾവിങ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം അവിടെ നടക്കുന്നുണ്ട്, ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്? അണ്ടർടേക്കൺ ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷന്, പർച്ചേസ്, സെയില്, ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. എന്തിനു ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് വിളിക്കുന്നത്. ബിസിനസ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിങ് എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത്? പ്രൊഡക്ഷൻ ഉണ്ട്, സെയിലുണ്ട്, പർച്ചേസ് ഉണ്ട്, അണ്ടർടേക്കൺ വിത്ത് എ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്? ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ് ഇൻ ദ സൊസൈറ്റി. ഹ്യൂമൻസിൻ്റെ, നമ്മുടെ അടുത്തുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ അവരുടെ നീഡ് എന്താണ്, അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തും അതനുസരിച്ച് അതിന് വേണ്ടിയ സാധനങ്ങൾ സെയിൽ ചെയ്തും വിൽപ്പനയും പർച്ചേസും എല്ലാം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവരത് മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത് വിത്ത് എ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് ദ ഹ്യൂമൻ നീഡ്സ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങളും നീഡ്സും എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കി അതിനാവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അത് കൊടുക്കുമ്പം അവരത് മേടിക്കും, നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടുന്നു. അടുത്താണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് പഠിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നൊരു കാര്യമാണ് ഇത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ് എന്നുള്ളത്. ഫസ്റ്റ് ഹാൻഡ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എക്സാമിന് നമുക്ക് വേണമെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാമെന്ന് എഴുതുന്നത് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നും വേണ്ട, ഡെഫിനേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഡെഫിനേഷൻ്റെ അകത്ത് ആദ്യമേ നമുക്ക് പഠിച്ചു തന്നെയാണ്. ബിസിനസ് എന്ന ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ആക്ടിവിറ്റി തന്നെ ആ ബിസിനസ് എന്ന ആക്ടിവിറ്റി വഴി നമുക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. അതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കുന്നു? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. അത് തന്നെ എന്താണ്? അതിൻ്റെ ഒരു മെയിൻ ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അതാണ് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്, എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ്. എന്നാൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ആക്ടിവിറ്റി. ബിസിനസ് ചെയ്യുന്ന വഴി നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടുന്നുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്താണ് വിളിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് വിളിക്കുക. അപ്പോൾ ബിസിനസ്സിന് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡെഫിനിഷൻ്റെ അകത്തുള്ള സെയിം സാധനം ഇവിടെ ഈ ഡെഫിനിഷൻ കണ്ടോ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. അത് തന്നെ എടുത്ത് എഴുതുക, എക്കണോമിക് ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ എന്താണ്? പ്രൊഡക്ഷൻ. നമ്മളിവിടെ ഡെഫിനിഷനകത്തുള്ള സെയിം സാധനം. ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ
ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ. ഇവിടെ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെയുണ്ട് പ്രൊഡക്ഷൻ. അത് തന്നെ എടുത്ത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതുക. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ തന്നെയാണ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻ ഓർഡർ ടു ഓഫർ ദ ഗുഡ്സ് ഫോർ കൺസപ്ഷൻ they must be either produced or procured by the business enterprise. ഈ ഗുഡ്സ് വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സാധനം നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ സർവീസസ് ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ഓഫേർഡ് ടു കസ്റ്റമേഴ്സ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഉൽപ്പാദനം ചെയ്യണം. അതിന് നമ്മൾ എന്തിനാ? പ്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വേറൊരു കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുക സാധനങ്ങൾ. ആദ്യത്തെ എന്തായിരുന്നു? എക്കണോമിക് ആക്ടിവിറ്റിയാണ്, ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ എന്താണ്? പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കണം. ആ സാധനം വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അടുത്തതാണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതും അവിടെ തന്നെയുണ്ട്, നമ്മുടെ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെയുണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് തന്നെ എന്ത് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതി വയ്ക്കുക. ദെയർ ഷുഡ് ബി സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ആര് തമ്മില? സെല്ലർ ആൻഡ് ബയ്യർ. ഒരു വിൽക്കുന്നയാളും ഒരു വാങ്ങിക്കുന്നയാളും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതും എന്താണ്? ഡെഫിനിഷൻ്റെ അകത്തുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇഫ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ഇറ്റ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് ബിസിനസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം. ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മളൊരു ഗുഡ്സ് ഉണ്ടാക്കി, ഞാനൊരു ഫുഡ് ഉണ്ടാക്കി, എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി പേഴ്സണൽ യൂസിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങളൊരു സാധനം ഉണ്ടാക്കി, എന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല? ബിസിനസ്സായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ? അതുകൊണ്ട് സാധനം ഉണ്ടാക്കുക, മേടിക്കുകയാണെങ്കിൽ ഇതിനെ എന്താ? ബിസിനസ്സായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുന്നത്, കുക്കിംഗ് ഫുഡ് ഫോർ ദ ഫാമിലി ഈസ് നോട്ട് എ ബിസിനസ്. എന്താ? ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നത്, വേറെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി, വേറെ ആൾക്കാർക്ക് വേണ്ടിയല്ല, സ്വന്തം ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനെ ബിസിനസ്സായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ബട്ട് അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ബട്ട് കുക്കിംഗ് ഫുഡ് ആൻഡ് സെല്ലിങ് ഇറ്റ് ടു അതേഴ്സ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഈസ് എ ബിസിനസ്. എന്താണോ? ഞാൻ ഫുഡ് കുക്ക് ചെയ്തു, ഞാനിത് റെസ്റ്റോറൻറ്റ് വഴി ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ല ബാക്കിയുള്ളവർക്ക് ഞാൻ ഫുഡ് കൊടുത്ത് അതിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിനെ ബിസിനസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല? ബിസിനസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതാണ് സെയിൽ ആൻഡ് ഗുഡ്സ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അതും ഡെഫിനേഷൻ്റെ അകത്തുണ്ട്. ഇത് ഡെഫിനേഷൻ്റെ അകത്തില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം. റെഗുലർ ഡീലിങ്സ്. ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ഞാൻ നിർത്തി. ഒരു ദിവസം ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ദിവസം ഞാൻ കാർ വിൽക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഷോപ്പൊക്കെ ഇട്ട് കാർ വിറ്റു. രണ്ടാമത്തെ ദിവസം ഞാൻ കാർ വിറ്റില്ല. ബിസിനസ്സായിട്ട് ട്രീറ്റ് ചെയ്യുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് എന്നും നമ്മൾ ആ ഒരു പ്രവൃത്തി, എന്ത് ആക്ടിവിറ്റിയാണോ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കതിനെ എന്തായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ? ബിസിനസ്സായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. വൺ സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ബിസിനസ്. ഒരു ദിവസം നിങ്ങൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് നിർത്തി, അങ്ങനെയുള്ള ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുമോ? ഇല്ല. ഒരു ദിവസം നിങ്ങളുടെ സാധനം വിറ്റു, ഒരു ദിവസം നിങ്ങളുടെ സാധനം മേടിച്ചു എന്ന് വിചാരിക്കുക, അതെന്താ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒന്നെങ്കിൽ ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാത്രമേ നടക്കുന്നുള്ളൂ. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നില്ല? അത് നടക്കുന്നില്ല. ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ഒന്നും നമുക്ക് എന്താക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല? ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഈസ് സെല്ലിങ് ഹിസ് ഓൾഡ് കാർ ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ബിസിനസ്. കാരണം എന്താ? ഇപ്പം എൻ്റെ കയ്യിലൊരു ഓൾഡ് കാറുണ്ട്, ഞാൻ ആ കാറ് വിറ്റു, ഒരു ദിവസം കൊണ്ട് ആ കാറ് പോയി, പിന്നെ എനിക്ക് അവിടെ കാറുണ്ടോ? ഇല്ല. ഒറ്റ ദിവസത്തെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ. പിന്നീട് എന്താ? അവിടെ ഒരു റെഗുലാരിറ്റി ഇല്ല, എന്നും നടക്കുന്നില്ല. അപ്പോൾ എന്നും നടക്കുന്നില്ലാത്തൊരു കാര്യത്തെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല? ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് മെയിൻ എയിമാണ് എന്താണ്? ഏർണിംഗ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ എന്ത് എടുക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്? നമ്മൾ ബിസിനസ്സിൽ റിസ്ക് എടുക്കുമ്പോൾ
എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ 7ാമത്തെ പോയിന്റ്, എലമെന്റ് ഓഫ് റിസ്ക്. എല്ലാ ബിസിനസ്സിനും എന്തുണ്ടായിരിക്കും? റിസ്ക് ഉണ്ടായിരിക്കും. റിസ്ക് നമ്മൾ എത്രത്തോളം കൂട്ടിയെടുക്കുന്നോ അത്രത്തോളം എന്ത് കിട്ടുന്നു? നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അത് നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്ക് 2 പോയിന്റ് എഴുതാൻ പറ്റും. റിസ്ക്കും ഉണ്ട്, പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. രണ്ടും എഴുതാൻ പറ്റും. റിസ്ക് കുറവാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് കുറവായിരിക്കും. റിസ്ക് കൂടുതലാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് കൂടുതലായിരിക്കും. റിസ്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? ബിസിനസ്സിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലാത്ത, ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ് എന്ത്? റിസ്ക് എന്ന്. കാരണം റിസ്ക് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്നുള്ളത് ഓർത്തിരിക്കുക. ഏർണിംഗ് പ്രോഫിറ്റ്, ഇറ്റ് ഈസ് എ മെയിൻ പർപ്പസ് ഓഫ് ദ ബിസിനസ്. അണ്ടർലൈൻ ചെയ്യണം. എന്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മെയിൻ കാര്യം എന്താ? സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയാണോ? മെയിൻ പർപ്പസ് എന്താ? അല്ല. സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും എന്താണ് നമ്മുടെ മെയിൻ പർപ്പസ്? എന്താണ് മെയിൻ ഗോൾ? എന്താണ് നമ്മുടെ മെയിൻ മിഷൻ? എന്താണ്? ലാഭം കിട്ടുക എന്നുള്ളതാണ്. അതാണ് ബിസിനസിന്റെ മെയിൻ പർപ്പസ് ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്. സോ ദ ബിസിനസ്മാൻ ഷുഡ് ടേക്ക് ഓൾ എഫേർട്സ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് ദ സെയിൽസ് ആൻഡ് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ പറയുന്നത്? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക? സെയിൽസ് വർദ്ധിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കോസ്റ്റ് കുറച്ച്, ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ കോസ്റ്റ് കുറച്ച്, സെയിൽ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയുള്ള എല്ലാ എഫേർട്ട് നമ്മളെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ പുഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത്? ഒരു ബിസിനസ്സിൻ്റെ മെയിൻ പർപ്പസ് എന്നുള്ളത്. 6ാമത്തെ പോയിന്റ്, അൺസെർട്ടൺ ഓഫ് റിട്ടേൺ. അൺസെർട്ടണിറ്റി ഓഫ് റിട്ടേൺ എന്നതാണ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അൺസെർട്ടണിറ്റി ഓഫ് റിട്ടേൺ. നോ ബിസിനസ് ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് അൺസെർട്ടൺ. ഓൾസോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലോസ് ബീങ് ഇൻകേർഡ്. എന്നാൽ അൺസെർട്ടണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അൺസെർട്ടണിറ്റി, സെർട്ടണിറ്റി എന്നൊക്കെ വെച്ചാൽ എന്താണ്? അൺസെർട്ടണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അൺസെർട്ടൺ. ഇപ്പം ഇന്ന് മഴ പെയ്യുമോ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺസെർട്ടൺ എന്ന് വിളിക്കുന്നത്. വേറൊരു കാര്യം, ലൈഫിൻ്റെ കാര്യം നമ്മുടെ അടുത്ത്, ജീവിതത്തിൽ നമ്മൾ ലൈഫിൻ്റെ കാര്യം, ലൈഫിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ നമുക്ക് സെർട്ടൈനായിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ്? ഒരു നാൾ നീ ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ നീ മരിക്കും. അതെന്താണ്? അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അത് സെർട്ടേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ? അത് സംഭവിച്ചിരിക്കും. നീ ജനിച്ചിട്ടുണ്ടോ? നീ ഒരു ദിവസം മരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, സെർട്ടേൺ ആയിട്ടുള്ള കാര്യമാണ്. അത് അൺസെർട്ടേൺ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇന്ന് മഴ പെയ്യുമോ, നാളെ മഴ പെയ്യുമോ, നാളെ വെയിൽ വരുമോ എന്നുള്ളത് എന്താണ്? അൺസെർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെന്താ സംഭവിക്കുന്നതെന്ന്. നാളെ ഇപ്പോൾ ഈ വീടുണ്ടാവും, നമ്മൾ താമസിക്കുന്ന വീടുണ്ടാവും, അവിടെ കൊടുങ്കാറ്റ് വരും, നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മളത് വിളിക്കുന്നത് അൺസെർട്ടൺ. അൺസെർട്ടൺ ഓഫ് റിട്ടേൺ. അപ്പം ബിസിനസ്സിൻ്റെ കേസിൽ എന്താണ് അൺസെർട്ടൺ ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നോ ബിസിനസ് ക്യാൻ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് അൺസെർട്ടൺ. നമുക്ക് നാളെ ലാഭം കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾസോ എന്താണ്? ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലോസ് ബീങ് ഇൻകോർഡ്. നാളെ ലാഭമാണോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്, നഷ്ടമാണോ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു ബിസിനസ് ഇടുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് അൺസെർട്ടണിറ്റി ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എലമെന്റ് ഓഫ് റിസ്ക്. എവരി ബിസിനസ് സബ്ജക്റ്റ് ടു റിസ്ക്. ഞാൻ പറഞ്ഞില്ല, എന്ത് ബിസിനസ് ചെയ്താലും എന്താണ് അതിൻ്റെ അകത്ത്? റിസ്ക് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ഡ്യൂ ടു വേരിയസ് റീസൺസ്. എന്തൊക്കെയായിരിക്കാം? ഒന്നുകിൽ ചേഞ്ച് ഇൻ ഫാഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആയിരിക്കാം, ഇൻക്രീസിങ് കോമ്പറ്റീഷൻ ആയിരിക്കാം, ഫയർ ആയിരിക്കാം, തെഫ്റ്റ് ആയിരിക്കാം, ആക്സിഡൻ്റ് ആയിരിക്കാം, നാച്ചുറൽ കലാമിറ്റീസ്, എന്തുമായിക്കോട്ടെ. റിസ്ക് ഇങ്ങനെ ബിസിനസ്സിൻ്റെ എന്താണ്? എല്ലാത്തിൻ്റെ അത് റിസ്ക് ഉണ്ട്. ഒരു വേരിയസ് റീസൺ നോക്കിയാൽ ചേഞ്ച് ഇൻ ഫാഷൻ്റെ മെയിൻ എക്സാമ്പിളാണത്. പണ്ട് കാലത്ത് നമ്മൾ എന്തായിരുന്നു? നാരോ ഫിറ്റ് ജീൻസ് ഒക്കെ ആയിരുന്നു. നാരോ ഫിറ്റ്, ലെഗ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസാണ്. ഇപ്പം എന്താ എഴുതാൻ? ഇപ്പം ബാഗി ജീൻസ്. ഇപ്പം ഞാനപ്പോൾ നാരോ ഫിറ്റ് ജീൻസ് വിറ്റ് കഴിഞ്ഞാൽ പോകുമോ? ആരെങ്കിലും മേടിക്കുമോ? ഇല്ല. കാരണം ഫാഷൻ മാറി. അപ്പോൾ അത് റിസ്ക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ എന്താണ്? നാരോ ഫിറ്റ് ജീൻസ് കുറെ വിറ്റ് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ആരും മേടിക്കത്തില്ല. അപ്പോൾ എൻ്റെ ബിസിനസ് പൊട്ടിപ്പോവും. റിസ്ക്കാണ്. ടെക്നോളജിപരമായിട്ടുള്ള ചേഞ്ചുകൾ. ഇപ്പം മൊബൈൽ ഫോൺസ്, ഇപ്പോൾ ആരെങ്കിലും കുത്തുന്ന ഒരു ടൈപ്പ് ചെയ്യുന്ന ഫോൺസ് ആരെങ്കിലും മേടിക്കുമോ? കീപാഡുള്ള? ഇല്ല. ഇപ്പം എല്ലാവരും എന്താണ്? ടച്ച് ഫോൺസിലുണ്ട്. ഇപ്പം ഞാനപ്പം ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിൽക്കുന്ന സാധനം ചേഞ്ച് ചെയ്യില്ലെങ്കിൽ എന്നാ പറ്റും? എൻ്റെ ബിസിനസ് പൊട്ടിപ്പോവും. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യുക? കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ബെറ്റർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളും അതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി, ഏറ്റവും നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ എന്നാ പറ്റും, അത് റിസ്ക് ആയിട്ട് വന്ന് നമുക്ക് നഷ്ടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തീ പിടിക്കാൻ നമ്മുടെ ബിസിനസ്സിൽ, അതിനുവേണ്ടി തീ പിടിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷണം നടക്കാം, തീ പിടിക്കാം, വെള്ളപ്പൊക്കം വരാം, മോഷണം വരാം, ആക്സിഡൻറ്റ് സംഭവിക്കുക. ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എന്താണ്, മെഷീനറി പൊട്ടിത്തെറിക്കാം, വേറെ ഇഷ്ടംപടി കാര്യങ്ങളുണ്ട് ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കാം. നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ റിസ്ക്കുകളാണെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി നോക്കി. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്, എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റിനെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്, റിലീജിയസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ലെഷർ ടൈം ആക്ടിവിറ്റീസ്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുന്ന സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. പിന്നെ ബിസിനസ് എന്താണെന്ന് നോക്കി, ബിസിനസ്സിൻ്റെ പുതിയ ഡെഫിനിഷൻ പഠിച്ചു. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്കണോമിക് ആക്ടിവിറ്റിയാണ്, അതിൻ്റെ അകത്ത് എന്തുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്, രണ്ടാമത്തെ ഫീച്ചറായി, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. മൂന്നാമത്തെ സെയിൽ ഉണ്ടാകുന്നുണ്ട്, മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഏണിങ് പ്രോഫിറ്റ്, നാലാമത്തെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കാര്യം എന്നും ചെയ്യണം, അപ്പോൾ റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്, റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം, റിസ്ക് എടുക്കണം. ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്താൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടും. അപ്പോൾ അത് ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. അങ്ങനെ നമ്മൾ 6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ വിട്ടുപോയതാണ് അൺസർട്ടനിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്ത് സംഭവിക്കില്ല.